ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബു കസ്റ്റഡിയിലായിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അടക്കം വളരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയൊരു സംഭവം കൂടിയായിരുന്നു. ഇപ്പോൾ മുരാരി ബാബു കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. ഏറ്റവും ഒടുവിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലൊക്കെ നടത്തിയ പരിശോധനയിൽ ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ, ഹാർഡ് ഡിസ്കുകൾ, അതിൽ ഏറ്റവും പ്രധാനമായി മുരാരി ബാബുവിനെതിരായ തെളിവുകൾ കൂടി ലഭിച്ചിരുന്നു. ഇപ്പോൾ മുരാരി ബാബു കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. മുരാരി ബാബുവിന്റെ അറസ്റ്റ് നേരത്തെയൊക്കെ അനന്ത സുബ്രഹ്മണ്യത്തെയൊക്കെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നു. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബു കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. സിജോ വി ജോറിന്റെ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ സിജോ. മുരാരി ബാബു ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. മുരാരി ബാബുവിനെതിരെ ശക്തമായ തെളിവുകൾ ഒക്കെ പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് ഈ കസ്റ്റഡിയിൽ എടുക്കുക എന്നൊരു നടപടിയിലേക്ക് മാത്രമേ കടക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്താണ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? ഇന്നലെ രാത്രിയാണ് ചങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിൽ നിന്ന് മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എവിടെയുണ്ട് എന്നുള്ള സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇവിടെ തിരുവനന്തപുരത്തെ ഇന്ത്യക്കുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് തന്നെ എത്തിക്കാനാണ് സാധ്യത. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെയാണുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തി ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ മുരാരി ബാബുവിനുമാണ്. ഇവർ രണ്ടുപേർ ചേർന്നാണ് അതിന്റെ ഗൂഢാലോചന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നാണ് ഈ രേഖകളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമ്മൾ വളരെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇന്നലെയും നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള വാർത്തകൾ നമ്മൾ നൽകുകയും ചെയ്യുന്നതാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഈ സ്വർണ്ണക്കൊള്ളയിലെ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. കാരണം മുരാരി ബാബു ആണ് ഈ സ്വർണം എന്നത് അത് ചെമ്പാക്കി രേഖപ്പെടുത്തുന്നത്. അട്ടിമറിയുടെ തുടക്കമിട്ട ഉദ്യോഗസ്ഥനാണ്. ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതി കൂടിയാണ് ഇയാള്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയാന്നുള്ളത് തന്നെയാണ് കസ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഇത് സാധൂകരിക്കുന്ന തെളിവുകളിലേക്കും സാക്ഷിമൊഴികളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കോ പോവുകയും ചെയ്യും. അത്രയും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രാഥമികഘട്ടം എന്ന നിലയിൽ ആദ്യം ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ സഹായമൊക്കെ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. മുരാരി ബാബുവിന്റെ ഒക്കെ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആ മൊഴികളുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ പങ്ക് ഈ ഗൂഢാലോചനയിൽ ഇതിന്റെ നടത്തിപ്പിലൊക്കെ എടുത്തു പറയുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം പോവുകയും ചെയ്തിരുന്നത്. എന്തായാലും 9 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ SIT പ്രതിയാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഇയാളാണ് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഇയാൾ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ തീരുമാനമെടുക്കുമ്പോൾ അത് സ്വർണ്ണപ്പാളികൾ എന്ന് എഴുതിയിരുന്നത് മാറ്റി ചെമ്പ് എന്ന് രേഖപ്പെടുത്താൻ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലേക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലയിലാണ് ഇപ്പോൾ ഇയാളെ പെരുന്നയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. തീർച്ചയായും സിജോ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലൊക്കെ മുരാരി ബാബുവിനെതിരെയൊക്കെ മാത്രമല്ല ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെതിരെയൊക്കെ പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ മുരാരി ബാബുവിനെതിരെ ഈ തെളിവുകളും അതിശക്തമായിരുന്നു. ഇപ്പോൾ ആ കസ്റ്റഡിയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി പോലീസിന്റെ മറ്റു നടപടിക്രമങ്ങൾ അതെങ്ങനെയാണ്? വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോവുക എന്നുള്ളതാണ് SIT ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളെ ഒറ്റയ്ക്ക് ഇരുത്തിയും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നിരുത്തിയും ചോദ്യം ചെയ്യും. ഇതിന്റെ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു നടത്തിപ്പ് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്ന 2 പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ മുരാരി ബാബുവും. ആദ്യഘട്ടം മുതൽ മുരാരി ബാബു പറയുന്നത് ഇത് ചെമ്പ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ ചെമ്പിൽ നേരിയത്. ചെമ്പിൽ സ്വർണം പൂശിയതാണ് എന്നുള്ളത് കൊണ്ട് ചെമ്പ് പാളികൾ എന്ന് എഴുതാൻ പറ്റത്തില്ലല്ലോ, അത് സ്വർണ്ണപ്പാളികൾ എന്ന് എഴുതാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ചെമ്പ് എന്ന് രേഖപ്പെടുത്തുന്നത്. അതിൽ സ്വർണം പൂശിയിട്ടല്ലേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ് മുരാരി ബാബു ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഈ സ്വർണ്ണപ്പാളികളായിരിക്കുന്നത് അത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് അത് ഒരു സാങ്കേതികപരമായ ഒരു എഴുത്തായി മാത്രം കാണാൻ സാധിക്കത്തില്ല. കാരണം അങ്ങനെ രേഖപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു അട്ടിമറി നടക്കാൻ കാരണമായി മാറുകയും ചെയ്ത ആ ഒരു സാഹചര്യത്തിൽ വളരെ ഗുരുതരമായൊരു
തെറ്റാണ് അല്ലെങ്കിൽ ഒരു വീഴ്ചയാണ് ഇയാളുടെ ഭാഗത്ത് ഉണ്ടായിട്ട് ഉള്ളത് എന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം പ്രധാനപ്പെട്ട ഒരു പ്രതിയായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഇതിന്റെ ഗൂഢാലോചനയിൽ ഇയാൾക്കൊപ്പം എത്രത്തോളം പങ്കാണ് മുരാരി ബാബുവിനുള്ളത്, അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ പ്രതിയേർക്കപ്പെട്ട ഉദ്യോഗസ്ഥത്തിൽ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ വിവരങ്ങൾ മുരാരി ബാബുവിൽ നിന്ന് ലഭ്യമാവുന്നതാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക.